എന്താണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്താന്ന് വെച്ചാ എന്നാ പറയും? ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ അത് നമ്മൾ ജീവിച്ച് വായിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അത് എന്താണ് അതിനകത്ത് ഉള്ളേ എന്ന് നമുക്ക് എഫേർട്ട് എടുത്ത് വായിക്കുമ്പോഴാണ് ബൈബിൾ നമുക്ക് മനസ്സിലാവുക. അതേപോലെ തന്നെയാണ് ഈ പ്രതിഷ്ഠ. ഞാൻ നോക്കിയപ്പോ തന്നെ എന്റെ ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയാ എല്ലാവരും മുമ്പിൽ കുറച്ചും കൂടെ ഒന്ന് താഴ്ന്ന് ആരെങ്കിലും പറഞ്ഞാൽ എതിർത്ത് നിൽക്കാതെ എന്താ അതിനെ ഒന്ന് എളിമയോടെ ഏറ്റെടുക്കും. സ്വീകരിക്കാൻ അത്രയും ആ 33-കാരനെ പിടിച്ചിറക്കി ഇരുത്താൻ നമ്മുടെ ആത്മാവിനെ പാകപ്പെടുത്തി എടുക്കും. ആ 33 ദിവസം നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം നമ്മളെ ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. പിന്നെ എന്താണ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എന്താന്ന് വെച്ചാ എന്നാ പറയും അമല ചേച്ചി? വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വലിയ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഭയങ്കര സിമ്പിളാ. അതായത് പരിശുദ്ധ അമ്മയിലൂടെ നമ്മള് ഈശോയ്ക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളത് ചെയ്യുന്ന ഒരു 34 ദിവസത്തെ ഒരു ആത്മീയ ഒരുക്കമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് ഒരു 33 ദിവസം ഒരുങ്ങിയിട്ട് നമ്മള് ആത്മീയമായിട്ട് കുറെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് നമ്മൾ ഒരുങ്ങിയിട്ട് നമ്മളൊരു 34-ാം ദിവസം അത് നമ്മള് ഞാൻ പറഞ്ഞല്ലോ മാതാവിനെ നമ്മളെ പ്രതിഷ്ഠിക്കും. മാതാവ് വഴി ഈശോയ്ക്ക് നമ്മളെ പ്രതിഷ്ഠിക്കും. അപ്പം മാതാവിന്റെ ഏതെങ്കിലും ഒരു തിരുനാളിലായിരിക്കും നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. ലൈക്ക് ഇപ്പം പറയുവാണെങ്കിൽ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിലാവാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു തിരുനാളിൽ നമുക്ക് നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് പ്രതിഷ്ഠിക്കുന്നു. അപ്പൊ അത്ര സിമ്പിളാ, അത്രേ ഉള്ളൂ. അതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഈ പ്രതിഷ്ഠ ചെയ്യുന്നത് വഴി ഇപ്പം കാതറിൻ ചേച്ചിയുടെ ജീവിതത്തിലൊക്കെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ചേച്ചിക്ക് എന്താണ് പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞിട്ട് കാതറിൻ ചേച്ചി പ്രതിഷ്ഠ ചെയ്തതിന് മുമ്പുള്ള കാതറിൻ ചേച്ചി എങ്ങനെയാണ്, ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാതറിൻ ചേച്ചി എങ്ങനെയാണ്, എന്താണ് ഇത് ചെയ്തുകൊണ്ടുള്ള ഒരു മാറ്റം എന്താണ് ചേച്ചിക്ക് സംഭവിച്ചത്? ഞാന് ആദ്യത്തെ തവണ ഞാൻ ചെയ്യുന്നത് എന്റെ ഫാമിലിയുടെ ഒപ്പമാണ്. അന്നിങ്ങനെ അമ്മ പറഞ്ഞിട്ട് ഞങ്ങള് എല്ലാരും കൂടെ ഒരുമിച്ച്. അപ്പം അന്ന് ഇത് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ ആദ്യമായിട്ട് പ്രതിഷ്ഠ ചെയ്യാം. അപ്പൊ ഭയങ്കര നമുക്കിത് എന്താന്ന് അറിയത്തില്ല. 33 ദിവസം ആദ്യമൊക്കെ നമുക്ക് ഈ പ്രാർത്ഥന കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടി വരുമ്പോഴത്തേക്ക് ഇത് തീരുമെന്നൊരു സംശയം. പക്ഷെ ഈ 33 ദിവസം കഴിയുമ്പോൾ കുറെ ബ്ലെസ്സിങ് കിട്ടുന്നൊക്കെ അന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ആ ബ്ലെസ്സിങ് കിട്ടുമെന്ന് ഓർത്തിട്ടാണ് ചെയ്തത്. 33-ാം ദിവസം എന്തോ വലിയ സംഭവം നടക്കാൻ പോവാ അങ്ങനെ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ എന്താ പറയാ ആ ഒരു പ്രതിഷ്ഠയ്ക്ക് ശേഷം ഭയങ്കര മാതാവിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഫീൽ ചെയ്യാൻ പറ്റുക. അതായത് നമ്മൾ വെക്കുന്ന ഇന്റൻഷനും കാര്യങ്ങളും ഒന്നും അല്ല, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളില്, നമ്മൾ പോകുന്ന വഴികളില്. അപ്പം എനിക്ക് ഇതിനൊരു അഷുറൻസ് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങൾ അട്ടപ്പാടി പോവായിരുന്നു. അപ്പൊ ഞങ്ങള് അവിടെ ചെന്ന സമയത്ത് മത്തായിലച്ഛൻ ഇങ്ങനെ എല്ലാവരും തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുമല്ലോ. ആ പ്രാർത്ഥിച്ച സമയത്ത് ഞങ്ങള് ഫാമിലി ആയിട്ട് പ്രതിഷ്ഠ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ പ്രതിഷ്ഠ ചെയ്യണം, അതിലൂടെ വലിയ ബ്ലെസ്സിങ് വരാൻ പോകുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു മുടക്കരുത്, കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ ഞാൻ പറയുന്നത് ഭൗതികമായിട്ടുള്ള ഒരുപാട് നന്മയല്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ ആത്മാവ് ഒരുപാട് വളർന്നു. അതിനുശേഷം നമ്മൾ എന്താ പറയാ മാതാവിനോട് കൂടുതൽ അടുത്തു. അപ്പൊ ഈ വിശുദ്ധരൊക്കെ പറയുന്ന പോലെ മാതാവ് വഴി ഇങ്ങനെ ഈ കടലിൽ പോകുന്ന ആൾക്കാർക്ക് അവര് പണ്ട് സ്റ്റാറൊക്കെ കണ്ടിട്ട് വഴി കണ്ടുപിടിക്കുന്ന പോലെ സ്വർഗത്തിലോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കാനുള്ള ഒരു വഴി മാതാവാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറേയും കൂടി ഈശോയിൽ വളരാനാണ് ഈ പ്രതിഷ്ഠ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഈ ഇത് പറഞ്ഞപ്പോഴാ എനിക്ക് പ്രതിഷ്ഠ എന്ന് പറയുമ്പം ഞാനിങ്ങനെ കേട്ടുള്ള ഒരു ഇതുള്ളൂ. പ്രതിഷ്ഠ നമ്മള് ചെയ്യുവാണെന്നല്ല, എനിക്ക് അത്രയ്ക്കുള്ള ഒരു സാധനം ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ചെയ്തു തുടങ്ങാം. എനിക്ക് വന്ന ഒരു സാധനേ എന്നാ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാതാവ് എന്ന് പറയുമ്പം എനിക്ക് ഈശോയുടെ അമ്മയാണ്. എന്നുവെച്ചാ എനിക്ക് സ്വന്തം അമ്മയാണെന്നുള്ളൊരു, എന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങനെ ഒരു അമ്മ എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അമ്മ. അപ്പൊ അതൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേ ആണെങ്കിൽ ഞാൻ ജവമാല ചൊല്ലി പോകുന്നു, അതൊക്കെയായിരുന്നേ. അപ്പം ഈ ഒരു ധ്യാനം കൂടി അങ്ങനെ ഒരു ഈശോയായിട്ടൊരു ബന്ധമുണ്ട്, പക്ഷെ മാതാവുമായിട്ടൊരു ബന്ധം വരുന്നില്ല. അപ്പൊ എത്ര നോക്കിയിട്ട് എനിക്ക് അമ്മയാണെന്ന് അങ്ങനെ തോന്നുന്നില്ലായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ശരിക്കും. പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞ പിന്നെ എന്നെ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മാതാവിനോട് ഭയങ്കര സ്നേഹമായി. പക്ഷെ എനിക്ക് എന്റെ അമ്മയാണെന്ന് എനിക്ക് തോന്നല് വന്നു. എനിക്ക് പിന്നെ അമ്മയോട് അങ്ങനെ ഈശോയുടെ അമ്മയാണ് എന്റെ അമ്മയാണ് അങ്ങനെ തോന്നുക. അങ്ങനെ അങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് ഉണ്ടായി. എന്നുവെച്ചാൽ എനിക്ക് എന്റെ അമ്മയാണ് എന്നൊരു തോന്നലുണ്ടായി. പിന്നെ അമ്മ വഴി ഈശോയിലേക്ക് എടുക്കുന്നു. പിന്നെ അപ്പുറത്തെ അടുത്ത വർഷത്തുള്ള പ്രതീക്ഷ, പിന്നെ അങ്ങനെ ഒരു ആദ്യത്തെ ഫസ്റ്റ് പ്രതീക്ഷ എനിക്ക് അങ്ങനെ ഒരു ഇതാണ്. പിന്നെ നമ്മള് പിന്നെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, മാതാവ് അമ്മയാണ് തോന്നുന്നു. ഇതൊക്കെയായിരുന്നു എന്റെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ. റിയയുടെ ജീവിതത്തിൽ എന്നാ ഉണ്ടായേ?
ഞാന് ശരിക്കും പറഞ്ഞ ഈ പ്രതിഷ്ഠ ഞാനിങ്ങനെ വിചാരിച്ചത് എന്നെ കൊണ്ട് പറ്റും. ഓരോ തവണ ഈ പ്രതിഷ്ഠയുടെ കാര്യങ്ങൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു, ഈ പ്രാവശ്യം പ്രതിഷ്ഠ ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിക്കും, ഓ എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കും, എന്നെ കൊണ്ട് എല്ലാം പറ്റും. ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നു, ഓ പ്രതിഷ്ഠ ആർക്കാ ചെയ്യാൻ പറ്റാത്തെ. പക്ഷെ ഓരോ തവണ ഇത് ചെയ്തു വരുമ്പോഴാണ് മനസ്സിലാക്കിയത്, പക്ഷെ ഇതൊന്ന് നമ്മുടെ എഫേർട്ട് കൊണ്ട് ഒട്ടും പറ്റത്തില്ല. നമ്മള് ഇങ്ങനെ ആഞ്ഞു പിടിച്ചാലും പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കരുണ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ സഹായിച്ചാൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പറ്റുക. ഈ ഈ ഈ ഇത് വിമലവൃദ്ധ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അതര വ്യായാമമല്ല. അത് ശരിക്കും ഒരു 34 ദിവസം അല്ലെങ്കിൽ 34 ദിവസം നമ്മൾ ഓരോ ഈ സഹനം വരുമ്പോഴും നമ്മളിങ്ങനെ പിശാച് നമ്മളായിട്ടിട്ട് അലട്ടും. ഇങ്ങനെ ഒത്തിരി ട്രബിൾസ് ഉണ്ടായിട്ടുണ്ട്. ഓരോ തവണ ഞാൻ പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒത്തിരി തവണ ട്രൈ ചെയ്തപ്പോഴും ഒന്നില്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അല്ലെങ്കിൽ കോളേജിൽ എന്തെങ്കിലും പറ്റുന്നു. പക്ഷെ ഇത് ചെയ്യണ്ട, ഇത് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്, അതുകൊണ്ട് ചെയ്യണ്ടെന്നൊക്കെ തോന്നിപ്പോവും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇങ്ങനെ ഈ ബലി പോലെ, ഇപ്പൊ നമ്മൾ ബൈബിളൊക്കെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ സാധാരണ വായിച്ചു പോകാറില്ല. സാധാരണ വായിച്ചു പോവാറുണ്ട്. അപ്പൊ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഒന്നോ രണ്ടോ മൂന്നോ തവണ ബൈബിൾ വായിക്കുന്ന സമയത്ത് വെറുതെ നമ്മൾ എന്തോ ആലോചിച്ച് ബൈബിൾ വായിക്കുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ അത് നമ്മൾ ജീവിച്ച് വായിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അത് എന്താണ് അതിനകത്ത് ഉള്ളേ എന്ന് നമുക്ക് എഫേർട്ട് എടുത്ത് വായിക്കുമ്പോഴാണ് ബൈബിൾ നമുക്ക് മനസ്സിലാവുക. അതേപോലെ തന്നെയാണ് ഈ പ്രതിഷ്ഠയും. എനിക്കും ഇതേപോലെ തന്നെ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ അധരവ്യായാമമാണ്, ഇങ്ങനെ ചുമ്മാ വായിച്ചിട്ട് പോവാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്താ അത് നമ്മൾ 33 ദിവസം 34 ദിവസം നമ്മൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ, മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. അത്രയാണ്. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പം അതെ ഈ അതെ. കാതറിൻ പറഞ്ഞതേ, ഞാനൊരു കാര്യം പറയണേ. ഈ കാതറിൻ പറഞ്ഞു ഇപ്പം നമുക്ക് നമ്മൾ വിചാരിക്കും എല്ലാരും ഞാനിപ്പോ ഇതുപോലെ തന്നെ നന്മോരത്തിലോട്ട് വരുന്നത് തന്നെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ഈ ഒരു സംഭവം കേട്ടിട്ട് തന്നെ. അതിലൊരു ചേച്ചി ഇങ്ങനെ എന്ന് പറഞ്ഞു, ആ ചേച്ചിയുടെ മൂന്നാമത്തെ നാലാമത്തെ ദിവസം കണ്ട വീഡിയോ പോലെ എനിക്ക് തോന്നി. ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ തന്നെ എന്റെ ജീവിതത്തിൽ ഒത്തിരി ചേഞ്ച് ഉണ്ട്, ഇനിയിപ്പോ അത് കഴിയുമ്പത്തേനും എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ, ഓ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഞാൻ ഇതുവരെ അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല, ഒരു കാര്യം അറിയത്തില്ല. അപ്പൊ ഇത് എന്നാ സംഭവം ഇങ്ങനെ തപ്പി തപ്പി വന്ന് അങ്ങനെയാണ് നന്മവരത്തി വരുന്നത്, കമ്മ്യൂണിറ്റി അങ്ങനെ വന്നേ. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ 34 ദിവസം കഴിയുമ്പോൾ എന്റെ ജീവിതം ഭയങ്കരമായിട്ട് മാറും. നമ്മള് പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഓർക്കൂല. യാതിനും പറഞ്ഞ പോലെ തന്നെ നമുക്ക് 34 ദിവസം 35-ാമത്തെ ദിവസം നമുക്ക് നമ്മളങ്ങ് മാറി ഫുള്ള് ചേഞ്ച് ആവും എന്നല്ല പറയുന്നത്. പക്ഷെ ഗ്രാജുവലി നമ്മള് മുന്നോട്ട് പോയി കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ടൊരു മാറ്റം. ഇപ്പം എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര എളിമപ്പെടാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഭയങ്കര റിബല്യസ് ആയിരുന്നു. മീൻസ് എല്ലാരും പറയും ഞാൻ എല്ലാത്തിനും എതിർത്ത് നിൽക്കുന്ന ഒരു, അങ്ങനെ ഒരു തന്റെ സ്വഭാവമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോ തന്നെ എന്റെ ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയാ, എല്ലാവരുടെ മുമ്പിൽ കുറച്ചും കൂടെ ഒന്ന് താഴ്ന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞാൽ എതിർത്ത് നിൽക്കാതെ എന്താ അതിനെ ഒന്ന് എളിമയോടെ അത് ഏറ്റെടുക്കുക, എല്ലാവരും പറയുന്ന അനുസരിക്കുക. ഈ ഒരു സംഭവം പയ്യെ പയ്യെ ഞാൻ ഈ നോക്കി നിന്നിട്ടുണ്ട്, ഈ ഞാൻ തന്നെയാണോ ഇങ്ങനെ എളിമപ്പെട്ട് നിൽക്കുന്നത് എന്നിങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിട്ട്. അപ്പം പയ്യെ നമുക്കത് മനസ്സിലാവുള്ളൂ. പയ്യെ ഒറ്റയടിക്ക് അതൊക്കെ മാറുന്നൊന്നും അല്ല. പയ്യെ നമുക്കത് ശ്രദ്ധിക്കുവാണെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും നമ്മളോട് ഒന്ന് പറയും ഇങ്ങനെ, നിനക്ക് ഇങ്ങനെ ഭയങ്കര ഇന്ന ഇന്ന കാര്യങ്ങൾ നിനക്ക് മാറ്റമുണ്ട്, അപ്പൊ നമുക്കത് മനസ്സിലാവും. അപ്പം അത് ഗ്യാതറിങ് പറഞ്ഞപ്പോ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നേ, അതൊരു കാര്യമായി. ഞാനിങ്ങനെ പ്രതിഷ്ഠ ചെയ്തപ്പം, ഞാൻ ഈ പ്രതിഷ്ഠ ചെയ്തപ്പോ ഞാനിങ്ങനെ മര്യഭക്തി, യഥാർത്ഥ മര്യഭക്തി ഒക്കെ വായിക്കണല്ലോ. അപ്പം ആദ്യത്തെ പ്രാവശ്യം ഞാൻ മര്യഭക്തി വായിക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം പ്രതിഷ്ഠ ചെയ്തപ്പം. രണ്ടാമത്തെ പ്രാവശ്യം പ്രതിഷ്ഠ ചെയ്തപ്പം ഞാൻ മര്യഭക്തി വായിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പൊ ഇങ്ങനെ പറയല്ലോ, ബുക്ക് വായിച്ചിട്ട് ചെയ്യണം. യഥാർത്ഥ മര്യഭക്തി ഒരു ബുക്കുണ്ട്. ആ ബുക്ക് വായിച്ചാലേ ഇതെന്താണ് ചെയ്യുന്നേ, ഈ പ്രെയർ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നേരത്തെ റിയ പറഞ്ഞാലേ, എന്നാ റിയ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കിങ്ങനെ അതിന്റെ ജീവൻ ഉൾക്കൊണ്ട് പറയണം, അത് ആ ജീവൻ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു സാധനം പറഞ്ഞല്ലോ. അതുപോലെ നമുക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കി നമ്മളത് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരിതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ അമല ചേച്ചി? ഉം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ബുക്കിന്റെ കാര്യം, യഥാർത്ഥ മര്യഭക്തി എന്ന് പറഞ്ഞ ബുക്കിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ആ പുസ്തകം ഉണ്ടല്ലോ,
വായിക്കും, പക്ഷെ മറന്നു പോവും. അപ്പൊ അത് ഭയങ്കരമായിട്ട് എനിക്കത് എന്താ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ആ ഗ്രൂപ്പിൽ തന്നെ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇത് വായിക്കാൻ പറ്റാത്തവർക്ക് യൂട്യൂബിൽ ഇതിന്റെ അത് വായിച്ചിട്ട് അതിന്റെ ഒരു വോയിസ് ഉള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു 12-13 വീഡിയോ അത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അതാ കേട്ടത് ഫുള്ള്. അതപ്പൊ അതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കുന്നേക്കാളും കുറച്ചുകൂടെ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടിയത് കേൾക്കുന്ന. അപ്പം എനിക്കൊന്ന് എല്ലാവർക്കും വായിക്കണം ഇരുന്നൊന്ന് വായിക്കുന്നവരില്ലായിരിക്കും, ചിലപ്പോൾ കേൾക്കുന്നവരുണ്ടാവും. അപ്പം എനിക്കൊന്ന് അത് കുറച്ചു പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും എനിക്കിന്ന് തോന്നുന്നത്. ഞാനതാ കേട്ടത്. അങ്ങനെ അതും നല്ലതാ. ഞാൻ ഇതിലിങ്ങനെ കേട്ടപ്പം ഒരു ചേട്ടൻ പറഞ്ഞ കേട്ടാണ്, അതായത് ഈ ദിവരഹസ്യങ്ങളുടെ പുഷ്പഗിരിയുടെ യഥാർത്ഥ മര്യാദക്ക് ഇത് മൊത്തം സെയിം ഓതറിന്റെ നമ്മൾ ഈ ചെയ്യുന്ന പ്രതിഷ്ഠ. അതെ. അപ്പൊ അതില് പുള്ളി ഭയങ്കര സ്പിരിച്വലി ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് ഈ ഒരു പുസ്തകം വായിച്ചപ്പോഴാണ് ഭയങ്കരമായിട്ട് കൊന്ത ചെല്ലാനുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ നിന്ന് വന്നിട്ട് കൊന്ത ചെല്ലുന്നതെന്ന്. അങ്ങനെ ആള് യാത്ര ചെയ്യുന്ന സമയത്ത് ആരോ പുള്ളീനെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി ഒട്ടും അത്രയും പ്രാർത്ഥനയിൽ നിൽക്കുന്ന അല്ലാത്ത ഒരു സമയത്ത്, ഈ സംസാരിക്കുന്ന ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിഷേകം വ്യാപരിക്കുകയാണ്. കാരണം പുള്ളി കൊന്തയില്ലാൻ പറ്റാത്തപ്പം തന്നെ അറിയാം നമ്മൾ നന്മറേറി ചെല്ലുന്നത്. അപ്പം ഇതില് ശരിക്കും നമ്മൾ ഈ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ അതിലെ ഓരോ ദിവസത്തെ ഓരോ വായനകളുണ്ടല്ലോ, അപ്പൊ അതിൽ ഓരോന്നും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മാ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ മെല്ലെ മെല്ലെ നേരത്തെ റിയ പറഞ്ഞ പോലെ എടുത്തെടുത്ത് വായിക്കുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിലോട്ട് ഈ ഓരോ വാക്ക് എടുക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഇങ്ങനെയാണോ, അയ്യോ നമ്മളപ്പൊ ചെയ്യുന്നത് ശരിയല്ല, തന്നെ ഒരു തോന്നൽ ഉള്ളിൽ നിന്ന് ഇത് വരുത്തും. അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു പ്രയറിന്റെ ഒരു ഗ്രേസ് ആണ് അത്. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ആത്മീയത കറക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത്, അതായത് നമ്മുടെ മരിയഭക്തി കറക്റ്റ് ആണോ നമ്മൾ നോക്കുന്നത്, ഇത് അവസാനം നമ്മളെ കർത്താവിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ളതിലാണെന്നാ പറയാം. അപ്പൊ ശരിക്കും ഈ മാക്സിമിലിയൻ കോൾവേയുടെ ഇതേപോലെ ഒരു പ്രതിഷ്ഠയുണ്ട്. പക്ഷെ മാക്സിമിലിയൻ കോൾവേ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മള് ഏറ്റവും കൂടുതൽ മാതാവിനെ സ്നേഹിക്കുന്നവർ ഒരിക്കലും പേടിക്കണ്ട. കാരണം ഈശോ സ്നേഹിച്ച അത്രയും നമുക്ക് മാതാവിനെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന്. കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ ഈ പ്രതിഷ്ഠ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മളെ കൊണ്ടുപോകും. കാരണം നമ്മൾ ഒരിക്കലും അറിയാത്ത രീതിയിൽ നമ്മുടെ ആത്മാവിനെ തന്നെ എളിമപ്പെടുത്തും. അതിനെ ഒരുപാട് ആ ഒരു വായനകള് ഉറപ്പായിട്ടും നമ്മൾ ഒരുപാട് ശക്തിപ്പെടുത്തും നമ്മുടെ ആത്മാവിനെ. ഈ റിയ എങ്ങനെയാ ഒരുങ്ങിയതൊക്കെ എങ്ങനെയാ? ഞാൻ ശരിക്കും ഈ ഗ്രൂപ്പിലൊക്കെ കയറിയ പിന്നെ ഈ ഗ്രൂപ്പില് ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ PDF കുറെ ഇങ്ങനെ മര്യഭക്തിയുടെ PDF ഒക്കെ അയക്കുമല്ലോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് നാളെ വായിക്കാം, ഇല്ലെങ്കിൽ ഈ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് വായിക്കാം, പിന്നെ ഇല്ലെങ്കിൽ പിന്നീട് വായിക്കാം. ഇതിന് നെസസറി ഉണ്ടോ? ഇപ്പൊ 33 പ്രതിഷ്ഠ അതല്ല ഇമ്പോർട്ടന്റ്. ഈ ഇങ്ങനെ മര്യഭക്തി വായിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിലുള്ള കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര വായിക്കാൻ ഭയങ്കര കഷ്ടമാണ്. കഷ്ടം എന്ന് വെച്ചാല് നമുക്ക് ഇരുന്ന് വായിക്കാം, പക്ഷെ വായിക്കുന്നത് ഭയങ്കര സൂപ്പർ ആയിരിക്കും. വായിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര സൂപ്പർ ആയിരിക്കും. പല കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ജപമാലയെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. നമ്മളിങ്ങനെ ഈ 33 ദിവസം അത് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്താണ്, ഈ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ എന്താണ്, ഇല്ലെങ്കിൽ ജപമാല എന്താണ്, പരിശുദ്ധ അമ്മ എന്താണ്, ഇല്ലെങ്കിൽ ഈശോയെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പല കാര്യങ്ങളും ഈ മര്യഭക്തിയിലൂടെ നമുക്ക് കിട്ടും. അത് 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 മെയിൻ ആയിട്ടും നമ്മളെ പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പയർ അവർ സെൽഫ്. ലൈക്ക് ഈ 33 ദിവസത്തേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുക. അത് ഇങ്ങനെ ഇങ്ങനെ മടി പിടിച്ചിരിക്കാണ്ട് ഓഡിയോ അയക്കുന്നതും ഇങ്ങനെ, ഇല്ലെങ്കിൽ ഈ PDF അയക്കുന്നതൊക്കെ വായിക്കുക. ഞാൻ പലപ്പോഴും ഞാനിങ്ങനെ ഈ നാളെ വായിക്കാം, ഇല്ലെങ്കിൽ ഇന്ന് ഉച്ച കഴിഞ്ഞിരുന്ന് വായിക്കാം, വൈകുന്നേരം വായിക്കാം, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും പോലും ഇങ്ങനെ വായിച്ചിട്ടില്ല. പിന്നെയാണ് ഓക്കെ ഇനി വായിച്ചേക്കാന്ന് വിചാരിച്ച് വായിച്ചത്. അങ്ങനെ അങ്ങനെ വായിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എനിക്ക് ഞാൻ ഞാൻ ഒരു മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ പ്രതിഷ്ഠ ചെയ്ത സമയത്ത് എനിക്കിങ്ങനെ ചില ഇപ്പൊ എനിക്ക് ചിന്ന സ്വഭാവം എനിക്ക് മാറ്റണം എന്നൊരു ഭയങ്കര ചില സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റണം എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഉപേക്ഷിച്ചു, ചില സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചു. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളും ഈ ബേക്കറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. അപ്പം ഞാൻ അത് ഇങ്ങനെ ഉപേക്ഷിച്ച എനിക്ക് സംഭവം ജീവൻ പോകുന്ന വേദനയാണ്. വേദന എടുക്കും, നമുക്ക് വിഷമ. അപ്പം അപ്പൊ അതൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ ഒരു ഇച്ചിരി അത് ഉപേക്ഷിക്കുമ്പോൾ ശരിക്കും നമുക്ക് ശരിക്കും ഒരു വില അറിയാം. എങ്കിൽ ശരിക്കും ഒരു വില അറിയാം നമ്മൾ അത്രയും. അപ്പൊ നമ്മള് 33 ദിവസം എന്ന് പറയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം നമുക്ക് അത്രയും ഒരു ഇഷ്ടമുള്ള സാധനമാണല്ലോ ഉപേക്ഷിക്കുന്നത്. അപ്പം
നമുക്ക് അത്രയൊരു വില കൊടുത്ത് ഇത് ചെയ്യുമ്പം നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും എത്രമാത്രം വില കൊടുക്കുന്നോ അത്രയും ഒരു ചേഞ്ച് നമ്മളിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തോട് കൂടി ഇരുന്നാൽ അവിടെ നമ്മോട് കൂടി ഇരിക്കും എന്ന് പറയുന്നുള്ളത്. നമ്മൾ എന്തുമാത്രം വില കൊടുത്ത് നമ്മളെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നു അത്രയും ഒരു പരിശുദ്ധന്മാരുടെ വലിയൊരു കൃപ ഇതിന്റെ അകത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളത്, ഈ പ്രയറിൽ നിന്നുള്ളത്. അപ്പൊ അതെനിക്ക് ഈ പ്രാവശ്യം ഞാൻ പ്രതിഷ്ഠ ചെയ്തപ്പോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തവരെയാണ്. ഇനി യാത്ര ചേച്ചി പറഞ്ഞു. ഈ ക്രിസ്മസിനെ ഉള്ളില് വന്ന ഉണ്ണീശോനില്ലേ, 33 ദിവസം കൊണ്ട് മാതാവ് വളർത്തിയിട്ട് ആ ചെറുപ്പക്കാരന് ഉള്ളിൽ പിടിച്ചിരുത്തുന്ന ഒരു പ്രയറാ സത്യം പറഞ്ഞാല്. ആ 33 ദിവസം കൊണ്ട് കർത്താവിനെ അങ്ങോട്ട് സ്വർഗത്തിന് ഇറക്കി അങ്ങ് ഇരുത്തും. സത്യം പറഞ്ഞാൽ അതിന് നമ്മളെ ആ ഒരു 33 ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ, അങ്ങനെയെന്ന് പറഞ്ഞ പോലെ മാതാവ് നമ്മുടെ ആത്മാവിനെ അങ്ങോട്ട് ഒരുക്കുവാണ്. അത്രയും എന്താ പറയാ ഭംഗിയായിട്ട്. അതായത് നമ്മൾ എളിമപ്പെടും, കുമ്പസാരിക്കും, നമ്മളെ എന്താ പറയാ ഈശോനെ സ്വീകരിക്കാൻ അത്രയും ആ 33-കാരനെ പിടിച്ചിറക്കി ഇരുത്താൻ നമ്മുടെ ആത്മാവിനെ പാകപ്പെടുത്തി എടുക്കും. ആ 33 ദിവസം നമുക്ക് തീർക്കാൻ പറ്റുമെങ്കിൽ. കാരണം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അമ്മമരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തപ്പം നമുക്കിത് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ്. അതായത് നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യുവാണെങ്കിൽ അലാം വെച്ചിട്ട്, അതായത് കുറെ പേർക്ക് ഇത് മിസ്സായി പോവാന്ന് പറയല്ലോ, ഇത് അലാം വെച്ചിട്ട് ഇപ്പം 10:30 ആണെങ്കിൽ 10:30 തൊട്ട് 11 മണി വരെയുള്ള സമയം ഇതിനു വേണ്ടി തന്നെ മാറ്റി വെക്കാം. നമ്മൾ പേഴ്സണൽ പ്രയറിനൊക്കെ ഇരിക്കുന്ന പോലെ. അപ്പൊ ആ അതെ, ഒരു കഴിയുന്നത് സമയം നമ്മൾ രാവിലെ തന്നെ മാറ്റി വെക്കുമ്പോ, ചെയ്യാന്നല്ലേ? അതെ, രാവിലെ അല്ല തന്നെ ഏത് ചെയ്യാന്നുള്ളത്. സമയമാണെങ്കിലും നമുക്ക് ഇപ്പൊ ചിലര് രാവിലെ ഡ്യൂട്ടി ഉള്ള നഴ്സുമാരുണ്ട്, രാത്രി ഡ്യൂട്ടി ഉള്ള, അപ്പൊ അവർക്ക് നമുക്ക് ഓരോരുത്തർക്ക് അറിയാലോ നമുക്ക് പറ്റുന്ന ആ ഒരു സമയം എപ്പോഴാണ്. നമുക്ക് എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു സമയം, ആ ഒരു സമയം നമ്മൾ ഡെയിലി ഇതിനു വേണ്ടി മാറ്റി വെച്ച് ഇത് മിസ്സായി പോവില്ല എന്നുള്ള ഉറപ്പ്, അത് നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു എഫേർട്ടാണ്. അപ്പൊ കൃത്യമായിട്ട് അങ്ങനെ വെക്കുമ്പോഴത്തേക്കും അത് നമ്മൾ അത്രയും വാശി പിടിച്ച് ഞാൻ ചെയ്യുന്നില്ലെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ സാത്താൻ ആ ഒരു കാര്യത്തിൽ നമ്മളെ പൊപ്പിക്കാൻ അങ്ങനെ പറ്റില്ല. അത് ശരിക്കും അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആ 33 ദിവസം മാതാവിന്റെ ഒപ്പം കൈ പിടിച്ച് ഈശോനെ നമ്മള് ആത്മാവിനോട്ട് പ്രതിഷ്ഠിക്കുന്ന ഒരു അടിപൊളി ദിവസമായിരിക്കും. അതെ. നമ്മള് പ്രതിഷ്ഠയുടെ ദിവസങ്ങൾ നമ്മള് പ്രതിഷ്ഠ ഇപ്പൊ കുർബാന കൂടുന്നതും ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുന്നതും ഇതൊക്കെ ഭയങ്കര നമ്മൾ ഒരുങ്ങുവാണല്ലോ. നമ്മള് ഇങ്ങനെ ഒരുങ്ങുവാണ്, പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരുങ്ങുവാണ്. ഈ 30 ദിവസം ഒരു ഒരുക്കമാണല്ലോ. അപ്പൊ ഇങ്ങനെ കുർബാന കൂടുന്നതും കുമ്പസാരിക്കുന്നതും ബൈബിള് വായിക്കും, നമ്മുടെ എല്ലാ പ്രേയറും ഇതിനു വേണ്ടി ഒരുങ്ങി എത്രമാത്രം ഒരുങ്ങി ചെയ്യാവോ അത്രയും മാത്രം ഒരുങ്ങി ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു മാറ്റം ഉറപ്പായിട്ടും മാതാവ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ ഉണ്ടാക്കും എന്നുള്ള വിശ്വസിച്ച് നമ്മൾ ചെയ്യാന്നുള്ളത് അല്ലേ. അപ്പം ഉറപ്പായിട്ടും നമ്മളെ ഈശോ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ആഹ് പ്രാർത്ഥനയാണ്. അപ്പം നമ്മൾ എല്ലാരും ചെയ്യണം അല്ലെ, നമ്മളെല്ലാരും ചെയ്യണം. ഈശോയെ കൂടുതൽ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് ചെയ്യുക. പരിശുദ്ധ അമ്മ നമ്മളെ ഉറപ്പായിട്ട് ഈശോയിലേക്ക് അടുപ്പിക്കും. അപ്പൊ നമ്മുടെ നന്മ മരത്തില് ഈ മാർച്ച് 25-ാം തീയതി മാതാവിന്റെ മംഗളവാർത്തയുടെ ദിവസം, മാതാവിന്റെ ഏതെങ്കിലും തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ പ്രതിഷ്ഠ ചെയ്യുന്നത്. അപ്പം ഈ മാർച്ച് 25-ാം തീയതി മംഗളവാർത്ത ദിവസം നമ്മള് നന്മ വനത്തിൽ പ്രതിഷ്ഠ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി പകുതിയോടെ തുടങ്ങും. ഇംഗ്ലീഷ് ബാച്ച് ഉണ്ട്, ടീൻസ് ബാച്ച് ഉണ്ട്, മലയാളം ബാച്ച് ഉണ്ട്. അപ്പം ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എന്തുമാത്രം ഒരുങ്ങി ചെയ്യാവോ അത്രയും ഒരുങ്ങി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു ചേഞ്ച് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. കാണുന്നവരെല്ലാവരും, ഞങ്ങളെ കാണുന്ന എല്ലാവരും ലിങ്കിൽ ജോയിൻ ചെയ്യുക. അതിന്റെ അകത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥ മര്യഭക്തിയുടെ ബുക്ക് വായിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു കേട്ടല്ലോ, ബുക്ക് വായിച്ചിട്ട് വേണം പ്രതിഷ്ഠ ചെയ്യാനായിട്ട്. എന്നാലേ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ പറയുന്നത്. ഇന്ന് തൊട്ട് പറയുന്നത് ഒരുക്കത്തിന് വേണ്ടി, നമ്മൾ ഒത്രയും ഒരുങ്ങാൻ വേണ്ടിയിട്ടാ. അപ്പം ഫെബ്രുവരി പകുതിയോടെ ബാച്ച് തുടങ്ങുള്ളൂ, പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടി തുടങ്ങുള്ളൂ. അപ്പൊ 33 ദിവസത്തെ മെറ്റീരിയൽ കാര്യങ്ങളും അതിനകത്തെ പ്രെയർ കാര്യങ്ങളും ഒരുങ്ങേണ്ട കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടത്തില്ല കേട്ടോ. അപ്പം ഇതിൽ വഴിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും, പ്രതിഷ്ഠയുടെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ വഴിയാണ് പോകുന്നത്. അപ്പൊ എല്ലാരും ഞങ്ങളെ കാണുന്ന എല്ലാവരും പ്രതിഷ്ഠ ചെയ്യുക. മാതാവിൻ്റെതാകാം, മാതാവ് ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കുകയും. ഓക്കെ, നമുക്കൊരു നന്മ നിറഞ്ഞ മറിയമേ ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലേക്ക് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദരിദ്രത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.